നമ്മളിപ്പോ പ്രമുഖ യൂട്യൂബറായ ഹാരിഷ് തളിയുടെ വീട്ടിലാണുള്ളത്. ഇവിടെ നമ്മളൊരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. സർ നമസ്കാരം. ഹാരിഷ് ഒന്നും വിളിക്കില്ല കേട്ടോ, നമ്മള് കാണുന്നവരെ സാറ് എപ്പോഴായി നോക്കൂ. അപ്പൊ എന്തായാലും വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പെട്ടെന്ന് തന്നെ പണി തീർത്തു എന്നുള്ളതാണ്. അതെ, അടിപൊളി. അപ്പൊ പിന്നെ നമ്മളെ സർവീസ് ജനുവനായിട്ട് പറഞ്ഞാൽ ഇവര് വന്നൊരു 4-5 ദിവസത്തിനുള്ളിൽ ചട്ടപ്പിന്റെ പരിപാടി അയച്ചു. പിന്നെ സർവീസിനെ കുറിച്ച് പറഞ്ഞാൽ അത് അന്വേഷിച്ചിട്ടല്ലേ ഞങ്ങൾ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ല. ഇവരൊന്നും വർക്കുകളൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പബ്ലിക് ഫിഗറിന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയുണ്ട്. അല്ല, നിങ്ങളുടെ കണ്ണൂരൊക്കെ ചെയ്ത വർക്കൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും ചെയ്ത വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ പല ഭാഗങ്ങളിൽ യാത്രയാണ്. അപ്പൊ നമ്മള് ഞാൻ ആദ്യം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാർ പോർച്ച് എന്നുള്ളത് ഇവിടെ ഒരു ബിൽഡിംഗ് രൂപത്തില്, കോൺക്രീറ്റ് രൂപത്തിൽ ഒരു സാധനമായിരുന്നു. പക്ഷെ നമ്മുടെ വീടിന്റെ ആ ഒരു ഫ്രണ്ടേജ് അങ്ങോട്ട് പോകുന്നുള്ള രൂപമായിരുന്നു. അതായത് വീട് മറയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ഇത് ഇങ്ങനെ ഒരു, അതായത് 2 ബീമിൽ നിൽക്കുന്നു, വീടിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല, അവിടെ നോക്കുമ്പോൾ വീട് കാണാം. പിന്നെ ആ രാജകീയ നിങ്ങളുടെ ലുക്കിലുള്ള സാധനം കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറാണ്. പിന്നെ ചൂടില്ല മെയിനായിട്ട് പറയേണ്ടത്, എന്റെ ഒരു അനുഭവം കേട്ടോ. നമ്മൾ ഈ ഷീറ്റൊക്കെ വേണ്ടി ഇത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നല്ല ചൂടാവുന്നൊക്കെ വിചാരിക്കും. കാരണം നമ്മളിപ്പോ ഒരു സാധാരണ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടല്ലേ. അപ്പൊ അങ്ങനെ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ അതെന്താണ് ചൂടില്ലായിരിക്കാൻ, എന്താണ് ആ കോട്ടിങ്? ഇതിന്റെ ഒരു ഫാബ്രിക്കിന്റെ ഒരു പ്രത്യേകതയാണത്. ഒന്നാമത് ബ്ലാക്ക് ഔട്ട് ആണ്, ഒരു 3 ലെയർ ആയിട്ടാണ് ഇത് വരുന്നത്. ചൂടിനെ ശരിക്കും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ 2 വണ്ടി ശരിക്കിടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. 2 വണ്ടി ഇട്ടാൽ ഒരു ബൈക്ക് ഇടാം. 6 മീറ്റർ ആണ് ഇതിലെ, 6 മീറ്റർ വീതിയും 6.5 മീറ്റർ പ്രൊജക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 വണ്ടി ഇട്ട് കഴിഞ്ഞാല് ഒരു ബൈക്ക് പണിയിടാം, അതിനൊക്കെ നടന്നു ആണ്. അപ്പൊ സംഭവം ഉഷാറാണ്. ഇതിൽ പല മോഡൽ എനിക്ക് കൊണ്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് വലിയ കാര്യമായിട്ട് ഈ മോഡൽ അധികം മോഡലാണ്, സെപ്പറേറ്റ് ഉണ്ടാക്കി ഒരു പേഴ്സണലി കസ്റ്റമേർഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന. പിന്നെ ഇവരുടെ ആ ഒരു ലേസർ കട്ടിങ്ങിന്റെ ഡിസൈൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ആ ലേസർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അധികം ഞാൻ കണ്ടിട്ടില്ല. മറ്റൊക്കെ ഒരു പോസ്റ്റ് രൂപത്തിൽ ഇങ്ങനെയല്ല, ഒരു പൈപ്പ് രൂപത്തിലാണ്. അപ്പൊ ഇതൊരു ലേസർ കട്ടിംഗ് രൂപത്തിൽ ഇങ്ങനെ നല്ല എനിക്ക് ഒന്നിട്ട് ഡിസൈൻ കാണിച്ചു തരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു മോഡൽ, ഏത് മോഡലും ലേസർ കട്ടിങ് മോഡൽ ചെയ്യൂലേ? ചെയ്യും, ഏത് രൂപത്തിൽ ആണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ആണല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്, അതായത് എന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രം. അപ്പൊ സംഭവം ഗ്യാരണ്ടി പറഞ്ഞത് 10 വർഷം, 10 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞു ആണ്. അപ്പൊ ഈ കാണുന്നവരെ പലവരും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കുറെ വീഡിയോസ് ചെയ്യാറുണ്ട്. ഈ വീട്ടിൽ വാങ്ങിച്ച പല വർക്കുകളുണ്ട്. അപ്പൊ പലവരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇത് എന്ത് റേറ്റ് ആയിരുന്നുള്ളത്. അപ്പൊ എനിക്ക് ഇങ്ങനെ വിളിച്ച് ചോദിക്കണല്ലോ, ഇതിന്റെ റേറ്റ് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു 2,70,000 രൂപയാണ് ഇതിന് ചെലവ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരുപാട് മോഡലുകൾ ഇവർ കാണിച്ചു തന്നു കേട്ടോ, ചെറുതും വലുതുമായി. ഇഷ്ടപ്പെട്ടതായിരുന്നു, കുറച്ച് വർക്കും കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഈ റേറ്റ് എന്ന് ഇവര് പറഞ്ഞു. പിന്നെ നമ്മള് എന്തായാലും ഒരു കാർ പോർച്ച് വെക്കുള്ളൂ, ഇനി ഇതൊക്കെ കഴിയാൻ പറ്റില്ല. 10 വർഷങ്ങൾ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത് നല്ല തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ റേറ്റും കുറഞ്ഞു പോകണ്ടല്ലേ? പല മോഡൽസിലും പല റേറ്റിലും വേരിയന്റിലും വരുന്നുണ്ട്. എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ്? ഒരു 2 കാർ എടുത്താൽ 2,20, 2,25 മുതലൊക്കെ സ്റ്റാർട്ടിംഗ്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ 4 വർഷമായിട്ട്. ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് എത്ര കാർ പോർച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും? അതിപ്പോ കൂട്ടി നോക്കേണ്ടി വരും. ഒരു മാസം ഒരു 40 to 50 പോകുന്നുണ്ട്. വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പോകുന്നു. അതല്ല, അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ വിളിച്ചു. സർവീസ് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ പല വർക്കുകൾ ഞാൻ പോയി കണ്ടിരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും പരിചയപ്പെടുത്തിയ സന്തോഷം. ഇനിയും വരിക അല്ലേ? 10 വർഷം കാണണം കേട്ടോ. തീർച്ചയായിട്ടും. 10 വർഷം ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടോ?